പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇന്ന് വെള്ളിയാഴ്ച നോക്കിയേ, ഫാസ്റ്റിങ്ങൊക്കെ എടുത്ത് നമ്മുടെ കുട്ടികളുടെ ധ്യാനം നല്ല തീപ്പൊരി പിള്ളേരാണ് കേട്ടോ. അതായത് ഇങ്ങോട്ട് അങ്ങോട്ട്, പിന്നെ രാത്രി ഇവരെ ഒരുമിച്ച് കാണല്ലേ. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര സ്നേഹവും സന്തോഷവും പിന്നെ തോണ്ടലും മാന്തലും ഒക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. പക്ഷെ നല്ല കുട്ടികളാണ്. അതായത് ഞാൻ നോക്കുമ്പോൾ കുട്ടികളുടെയും വലിയവരുടെയും റിട്രീറ്റിൽ വ്യത്യാസം ഞാൻ കണ്ടതേ, വലിയവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരിക്കും. കുട്ടികൾ ഞാൻ കണ്ടത് അവർ അങ്ങോട്ട് തോണ്ടി ഇങ്ങോട്ട് മന്തി. പക്ഷെ ഞാൻ കണ്ട ഒരു കാര്യം, പ്രിയ സഹോദരങ്ങളെ, ഇത് കഴിഞ്ഞ് ഇന്നിപ്പോൾ കുട്ടികളെ കണ്ടു തുടങ്ങിയില്ലേ, നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും വളരെ അശ്രദ്ധയോടെ ഇരുന്ന കുട്ടികളാണെങ്കിൽ പോലും പല ചോദ്യങ്ങളും അവരതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കും. നിങ്ങൾ കുട്ടികൾ വെറുതെ നോക്കിയാൽ നിങ്ങൾ വിചാരിക്കുക നമ്മുടെ വീട്ടിൽ കുട്ടികളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നല്ലേ. എല്ലാവറ്റങ്ങളുടെ തലയിൽ കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുതിർന്നവർ ശ്രദ്ധിക്കുന്നത് പോലെ ശ്രദ്ധിക്കണം എന്നൊരു പ്രീച്ചറായി ഞാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നടക്കില്ല. പക്ഷെ നമ്മൾ പറയാനുള്ളത് വചനം പറയുക. ഒരു കളിയും പരിപാടി ഇല്ലാത്ത രീതിയിൽ ശരിക്ക് വചനം തന്നെയാണ്. കുട്ടികളായതുകൊണ്ട് ചില ഒന്ന് രണ്ട് നല്ല ആക്ഷൻ സോങ് ഒക്കെ ഉണ്ട്, ഈശോ ദൈവം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് ആക്ഷൻ സോങ്ങിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ കണ്ടൊരു കാര്യം, നമ്മൾ വചനം പറയുമ്പോൾ ഇവറ്റങ്ങളത് സ്വീകരിക്കുന്നുണ്ട്. പിന്നെ സനക്കൽ പ്രയറൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. വ്യാഴാഴ്ച വൈകിട്ട് സമയമൊക്കെ ഇച്ചിരി വൈകി, എന്നാലും ശരിക്കും അവർ തീപ്പന്തങ്ങളായിട്ടാണ് വചനം പറയണതും വചനം യേശുവാണെന്നുള്ള ബോധ്യമൊക്കെ കിട്ടിയപ്പോൾ പിള്ളേർ എന്ത് ഫയറായിട്ട് പറയണത് സഹോദരങ്ങളെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് ഇന്ന് കുമ്പസാര ദിവസമാണ്. നമുക്കറിയാലോ നമ്മുടെ കുട്ടികളൊക്കെ ശരിക്ക് നല്ല കുമ്പസാരം. ഇന്ന് പല കുട്ടികൾക്കും അച്ഛൻ ഞങ്ങൾക്ക് എന്താ കുമ്പസാരം എന്ന് അറിയില്ല അച്ഛാ. കുമ്പസാരിക്കാറുണ്ട്, പക്ഷേ എന്താ ഈ കുമ്പസാരത്തിൽ സംഭവിക്കുന്നത്? ഈ കുമ്പസാരത്തിലൂടെ വിടുതൽ നടക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ അങ്ങനെയൊക്കെയാണ് കുട്ടികൾ ചോദിക്കുന്നത്. അവർക്ക് അറിയില്ല ശരിക്കും എന്താണെന്ന്. അപ്പോൾ ഇന്നൊരു പരിശ്രമമാണ്, ഒരു ഭഗീരഥ പ്രയത്നമാണ് അച്ഛൻ നടത്തുന്നത്. നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. പറ്റുവാണെങ്കിൽ ഒരു ജപമാല, ദുഃഖത്തിൻ്റെ രഹസ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് കർത്താവ് ഈശോ, ഈ കുമ്പസാരം ക്ലിയർ ആയാലാണ് ദൈവസ്നേഹം യേശുവിൻ്റെ അനുഭവങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചേക്കണം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് യൂദിത്തിൻ്റെ പുസ്തകത്തിലെ 8:16 വചനം പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ലക്ഷ്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. തർക്കിച്ച് ഭീഷണിക്ക് വഴങ്ങാനും തർക്കിച്ച് കീഴടക്കാനും ദൈവം മനുഷ്യനെ പോലെയല്ല. നമുക്കറിയാലോ, യൂദിത്തിൻ്റെ പുസ്തകത്തിലെ ഈ ഒരു ഡയലോഗ് യൂദിത്ത് പറയാനായിട്ടുള്ളൊരു കാര്യമുണ്ട്. നമുക്കൊരു നിശ്ചിത കാലം നോക്കാം, എന്നിട്ട് വന്നില്ലെങ്കിൽ ദൈവം ഇടപെട്ടില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, നമുക്കൊരു 3 ദിവസം നോക്കാം, എന്നിട്ട് വന്നില്ലെങ്കിൽ നോ, 3 ദിവസമല്ല 30 ദിവസമല്ല 30 വർഷമല്ല 30 കോടി വർഷം കഴിഞ്ഞാലും ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് മാത്രം നിറവേറ്റുക. അങ്ങനെയാണ് പറയണത്. അവരാണ് 13 ദിവസം നോക്കാം, 13 ദിവസമല്ല 13 വർഷമായാലും ശരി, ഈ കാത്തിരിപ്പിൽ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം. പ്രിയ സഹോദരൻ, അതാണ് വചനം പറയുന്നത്. ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ലക്ഷ്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. ഭീഷണിക്ക് വഴങ്ങാനും തർക്കിച്ച് കീഴടക്കാനും ദൈവം മനുഷ്യനെ പോലെയല്ല. ഉണ്ടോ? നമ്മളൊക്കെ എത്രയോ തവണ, പ്രിയ സഹോദരങ്ങൾ, നമ്മുടെ കർത്താവിൻ്റെ ലക്ഷ്യങ്ങളെ നമ്മളിങ്ങനെ നിയന്ത്രിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു വചനം കർത്താവെ അഭിഷേകമായി തുടർന്നുള്ള ജീവിതത്തിൽ പെയ്തിറങ്ങട്ടെ എന്ന്. ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം ഞങ്ങളുടെ കുടുംബത്തിൽ, വ്യക്തി ജീവിതത്തിൽ നിറവേറട്ടെ. ഈശോയെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാനായിട്ടുള്ളൊരു അടുപ്പം ഞങ്ങൾക്കുണ്ടാകട്ടെ. പിന്നെ സഹോദരങ്ങളെ, ഇന്നാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ്. ഇന്നാണല്ലോ അല്ലേ? നമ്മൾ ശരിക്കും ഭാരതത്തിലെ പൗരന്മാർ എന്ന നിലയ്ക്ക് നമ്മുടെ അവകാശമാണ് ഓരോ വോട്ടും. അപ്പോൾ നമ്മളത് പാഴാക്കാൻ പാടില്ല. നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും നമ്മൾ വോട്ട് രേഖപ്പെടുത്തണം. അതായത് നമ്മളുടേതായ കാര്യങ്ങൾ, നമ്മുടെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, ബാക്കി ദൈവം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്. നിങ്ങൾ വോട്ടവകാശം രേഖപ്പെടുത്തുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈശോയുടെ ഭരണം അവിടെ വരട്ടെ. വേറൊന്നും നമ്മൾ പ്രാർത്ഥിക്കണം, ഈശോ ഭരിക്കട്ടെ. നമ്മുടെ ദൗത്യം, നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം, നമ്മളുടെ അവകാശം നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യാനായിട്ട് നിങ്ങൾ എത്ര തിരക്കുണ്ടെങ്കിലും മറന്നേക്കരുത് കേട്ടോ. ഈശോ അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.